ಹಲೋ ಬನ್ನಿ. ಹಾಂ ಅಂದ್ಕೊಳ್ಳಿ ಇದು ಬರೋದ ಈಗ ಸ್ಟ್ಯಾಂಡ್ ದೀಪಿಗೆ ಎಕಡೆ ಲೋಕಂದಿದ್ದೆ ಹಾಂ ಹಾಂ ಇಂಚಾರ್ಜ್ ಈತೆ ಅನ್ಬೋದು ಯಾವತ್ತು
Gracias.
ആയി. ഭക്തന്മാരുടേതായ മഹാഭക്തി കൊണ്ട് രാജ്യത്തെ ഭക്തനാരും ഭംഗിയാവണ്ണം ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം എൻ്റെ കാര്യക്കാരൻ അതുകൊണ്ട് ഏത് പ്രകാരം സൃഷ്ടിക്കുന്ന കാരണമാണ് ശിരസിനെ നടത്തുന്നു ദേഹത്തിന് അടിക്കുന്നു പാഠസംസ്കൃതിയിലെത്തിനാണ് അറിയണം കേട്ടോ ഒറ്റജനക്ക് എന്നും തീർച്ചയായിട്ടും കാര്യക്കാരൻ്റെ വാമൊഴിക്കും അത് അനുബന്ധിക്കുന്ന അനുഭവത്തിൽ ഏത് പ്രകാരം വാദം കൊണ്ടോ അല്ലെങ്കിൽ ഉദരം കൊണ്ടോ ശിരസ് കൊണ്ടോ എന്തുകൊണ്ട് എവിടെയാണ് പിഴച്ചതിന് ഇപ്പോൾ അന്വേഷണം നടത്തോ അഗ്നിഭയത്തിൽ കാട്ടി താന്നിട്ട് കാണിക്കാൻ ഒരു കാലത്ത് പുറലോക കാണാത്ത സമയം ഉണ്ടായല്ലേ ഒറ്റജനങ്ങൾ മറന്നുപോയോ എങ്ങനെ കാരണം കാര്യക്കാരന് വിധിച്ചിരിക്കുന്ന കാലത്ത് അനുവാദം കൊടുക്കാൻ അനുവാദം എടുക്കാനും സമയമില്ല കാര്യക്കാരന് നിന്ന് കാലനേരത്ത് കാര്യക്കാരന് തിരിഞ്ഞു നോക്കി അങ്ങനെ എല്ലാ കയ്യിലെടുക്കും കാര്യക്കാരൻ്റെതായ കാര്യക്കാരന് ഒറ്റജനങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ജനങ്ങൾ എന്തിനാണ് അനുവാദം ഗുണമത്തോന്നിക്കുന്ന ഒരു അനുവാദം അറിയപ്പെട്ടില്ലേ കണക്കച്ചോളം ഒരു അനുവാദം മാത്രമല്ലേ കാര്യക്കാരൻ്റെ ഒഴിക്ക് അർത്ഥം അനുഭവിക്കാതെ പറയാൻ ഒരിക്കലും സാധിക്കില്ലെങ്കിലും അടുക്കത്തെ വിഷാന ഭേദമായിട്ട് പൂർവിക ആചാരത്തിൽ അത് അന്ന് അനുഭവത്തിൽ തക്കവണ്ണം അന്ന് താഴത്തുപെടുന്ന തറവാടത്തിന് അഭിമാനം ഉദയം ചെയ്യും കാലം മുൻപ് അല്ലേ അങ്ങനെയാണല്ലോ ആ ഒരു കാലം കാരണം എൻ്റെ കാര്യക്കാരൻ്റെ ഫലം ഇന്ന് കണ്ടുവല്ലോ ഇവിടെ അല്ലേ ആർക്കും കാണാത്തതെൻ്റെ കാര്യക്കാരൻ കണ്ടു അത് അഗ്നിഭയത്തെ കൊണ്ട് അനുഭവത്തിരിക്കുന്ന കാലത്തെങ്കിൽ എൻ്റെ കാര്യക്കാരൻ ചൂണ്ടിക്കാട്ടിയിട്ട് അതുകൊണ്ട് കാര്യക്കാരെ ശേഷം ഞങ്ങളുടെ ഐവരും വിഷ്ണുമൂർത്തിയും കാര്യക്കാരനെ തിരിഞ്ഞു വന്ന് നോക്കുന്നതല്ല കേട്ടോ കാര്യക്കാരനെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഒരുമില്ല അതുകൊണ്ട് അതിലൊന്നും ശങ്ക വേണ്ട ശേഷം ആദരിച്ച ഭക്തി കണ്ട ഭക്തന്മാർക്ക് എൻ്റെ കാര്യക്കാരൻ എപ്പോഴും മുമ്പിലുണ്ടെന്നുള്ള ബോധം എൻ്റെ എന്തുമില്ലെന്നും എൻ്റെ മഹാഭക്തന്മാർക്ക്
വർഷം വളർന്നിട്ടുണ്ട് അതൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്ന വഴി സംബന്ധിച്ചിട്ട് ഞങ്ങൾ ഇതിനോട് മതിക്കുന്നു ആ കാലത്തായി
Nhiều. പത്തിരി ഉണ്ടോ?
പൂജാരി 40 പൂജാരി പൂജാരി കാണുന്നുണ്ട് അവിടെ ഇവിടുന്ന് കണ്ടാൽ മതി പൂജാരി കാണുന്നുണ്ട് കേട്ടോ ഭാഗത്തിൽ പരാതി കേട്ടോ പൂജാരി മനുഷ്യരുടെ എല്ലാവരും ഒന്ന് ഭയന്നു പോയി ഭാഗം വരെ ഞാൻ എല്ലാവരും സാധനാർത്ഥിയുടെ താഴ്മടയിൽ പോലെ അന്ന് തൊണ്ടവരിൽ ശമനം നോക്കുന്ന കാലത്ത് കുറുമ്പുരാതിരിവാണ് അവൻ്റെ കച്ചവടം വാതിക്കാണ് ഏഴാറ് ലോകം രുദ്രപാലം ചെയ്തു തന്നു അന്ന് ആന പിടിച്ചാൽ അടിപിടിച്ചാൽ കണ്ടപ്പോൾ കഴിക്കുകയും ചാടിക്കുകയൊക്കെ കാണപ്പെടുകയും ഒപ്പിട തീർക്കുന്നവരും നോക്കി തിരുത്താതെയായിട്ട് ഞാൻ
കണ്ട് ഓട്ടം പിടിച്ച് ആചരിക്കാനുള്ള ശക്തിയും ശക്തിക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥനയോടെ പിറ്റേന്നാൾ വാഹനരോഗം പുലരുന്ന കാലത്ത് വൈദ്യുതി പുറപ്പെട്ടത് ആ പുതിയ വെച്ച് നമ്മൾ നടക്കുന്നത് അത് പ്രകാരം ഒരാളും നേരാളും കണ്ടിട്ടുണ്ട് സ്ഥാനം നേരാൾ സ്ഥാനമായിട്ടുണ്ട്
Thank
പൂജാരി ആചാരം നിശ്ചയപാത്രമാണ് ആചാരം പൂജാതിനാഥനായ പൂജായിട്ട് എല്ലാം കഴിഞ്ഞു കേട്ടോ വർത്തമാനത്തിന് പുറകിട്ട് പോകാൻ ഇടവരാതെ പറയാനോ ഫലപ്രദം ചെയ്യാനുള്ള അകമ്പാടിനും പുറത്തെ ചുമരുകൾക്കെല്ലാം അതുകൊണ്ട് 2 or 3 പ്രാവശ്യം അഗ്നി വന്നു അതിനൊക്കെ ഒന്ന് ചിന്തിക്കണം എന്ന് പറയുന്നൊരു അർത്ഥമുണ്ടാകും കേട്ടോ ഞാൻ ഇവിടെ ഈ എൻ്റെ കാളിമാടത്തിനകത്ത് 5 ആൺമക്കളെ അനുഭവയോഗത്തിലും ശരീരം മുഴുവൻ രോഗം ശരീരം മുഴുവനും ഇത്രയും രോഗങ്ങളുണ്ടായിട്ടും ഏതെങ്കിലും ഒരു രോഗത്തെങ്കിലും ഉണ്ടായോ അവിടെയല്ലോ അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവത്തിലേക്ക് അനുഭവമുള്ളതായും ഒരു പരിഭവമുള്ള ആ ക്ഷേത്രത്തിനകത്തെ ശരീരത്തിൻ്റെ കുറവോ അവിടുത്തെ കർമ്മഭാഗത്തിലുള്ള കുറവോ അതല്ലേ അതുണ്ടാക്കി
പറഞ്ഞത് ഈ ദിവസത്തിൽ അങ്ങനെ വരാം. ഞാൻ കഴിഞ്ഞ കാലം യോഗ കൂടത്തിൽ വരുന്ന കാലത്ത് ഞാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെന്ത് എൻ്റെ എൽബോയില്ലെന്ന് എൽബോയില്ലേ ഇവിടെ അന്ന് എന്തോയില്ലേ ഈ യോഗ കൂടത്തിനെ കൊണ്ടുപോകാൻ നേരമില്ല. ഇവിടെ തന്നെ അതിൻ്റെ കാരണം ആദ്യ ദിവസം അനുഭവം കൽപ്പിച്ച മഹത്വത്തിൽ എൻ്റെ ശ്രീകൃദേവൻ്റെ അനുഭവത്തിൽ ഞങ്ങളെല്ലാവരും ആ കാലത്തിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകാനും എൻ്റെ കുടുംബത്തെ ആ കാലത്ത്
നാരായണ ഗോവിന്ദ ഹര ഗോവിന്ദ. ആ ശരീരത്തിന് ആകാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള അനുഭവം
സഹായിച്ചൊന്നുമല്ല എൻ്റെ പണിക്കർക്ക്. അപ്പോഴെന്ത് ചെയ്യണം പണിക്കരെ? ഇത് ഒരുവൻ്റെ കാര്യമാണ് പണിക്കരെ. ലോകർ കൂട്ടിയിരിക്കുന്നതായ ആ സഭ തന്നെയാണല്ലോ ഇത്. അപ്പോൾ എന്ത് വേണം പണിക്കരെ? ഇതിന് ഞാനെന്നോ നീയെന്നോ ഭേദാഭേദം ഉണ്ടോ പണിക്കരെ? ഉണ്ടോ? നിങ്ങൾക്ക് ചമത്രം ചെയ്ത് തന്നിരിക്കുന്നതായ പുതു പുരുഷന്മാർ മൂന്നമ്മൻ്റെ മക്കളെന്നിരിക്കുന്നത് നിങ്ങൾ ഒറ്റ രാശിയിലാണോ ഇപ്പം നിങ്ങൾ? എനിക്കിതെല്ലാം ചൊല്ലി തേച്ചിരുന്നത് എൻ്റെ അമ്മ വേണ്ടതുപോലെ ചിന്തിച്ചിട്ട് വേണ്ടതുപോലെ ഉണ്ടാക്കി തരുന്നത്. എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കുന്നതാണ്. അറിവിൻ്റെ കാര്യത്തിൻ്റെ കാര്യം അനുഭവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പരിഹരിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ടാകും. ഇതുപോലെ എത്ര പരിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒരുപാടുണ്ടാവുകയാണ്. അപ്പോൾ അതൊന്നും പാടില്ലാത്തൊന്നും പറ്റില്ലാത്തതെന്ന് പറയാൻ കഴിയില്ല. ഒരു മനസ്സ് വെച്ച് ആദ്യം ഉദയകാലം പോകുന്നതിനൊക്കെ ഒരു ഭക്തി കൊണ്ട് ഉപാസന എല്ലാവരും നിങ്ങൾ ചെയ്തതുപോലെ ചെയ്യാനാണ്. അപ്പോഴാ ഒരു ഭക്തി വളരെ മനസ്സിലാവും കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. കാരണം അടുത്ത തൽക്കാലം വീണ്ടുമായിട്ട് എൻ്റെ ആനപ്പുറത്ത് വീണ്ടുമായിട്ട് ആയുസിന് വരാതെ എവിടെയും പൂർണ്ണമായിട്ടും ലഭിച്ച് അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി കൊടുക്കാനും കഴിയും. പ്രവാഹം ചെയ്യട്ടെ. 80 കുഞ്ഞുകൂടാനുള്ള ആരംഭത്തിൽ ഗോവിന്ദനാമത്തോടെ എല്ലാവരും കൈയിടും.
എല്ലാവരും ഇന്ന് വീട്ടിലേക്കണം നടുവടക്കിട്ട് രണ്ട് ഭാഗത്ത് സമമായിട്ട് നടു തിളക്കണം. പിന്നെ ഇതിന് കുറച്ച് അവിടെ ഈ ഭാഗത്ത് ഒറ്റാക്കണ്ട ആരും കിടാക്കല്ല ഒറ്റാക്കുന്ന നിർത്തിയായ ഇങ്ങനെ ഈ ശോഭിതാവരണമായി നിർത്തി തന്നു ഞങ്ങളെ യുവജന കാര്യക്കാരനൊത്തിരായി ഇന്നു ഇനി ഇതുവരെ ഞങ്ങളുടെ കൂടെ ആദ്യം പാടിയും കളിച്ചിരിക്കുന്നതായ ആട്ടന്മാർക്ക് ഇനി അവരവരുടേതായ ഭവനത്തിനകത്ത് ചെല്ലുന്ന കാലം നേരെ വാങ്ങി അതിന് അനേക ഭയങ്കരപ്പെടുന്നവരുണ്ടാവും നമ്പതിൻ്റെ എല്ലാം തട്ടി നീക്കി ഇങ്ങനെ ഞങ്ങളുടേതായ മാർമ്മത്തും മടിയിലും വെച്ച് ഒറ്റ രാശിയിൽ ഞങ്ങൾ പരിപാലിക്കേണ്ട ഭാഗം ഉണ്ടാക്കി തന്നെ മാതാക്കന്മാരെ പ്രാർത്ഥനയാണ് എന്നുണ്ടല്ലോ എൻ്റെതായ പട്ടോലെ കുടുംബയെ ധരിച്ചിരിക്കുന്ന പഴമ നിങ്ങൾക്ക് വേണ്ടതായ മുടികളൊക്കെ ഞാൻ ഉപയോഗിച്ച് ഒരു കോപ്പയിൽ നിന്ന് കുറിച്ചെൻ്റെ ഭാഗം ഉണ്ടാക്കി തന്നിരിക്കുന്ന ദൈവത്തിന് ഗുണം പറഞ്ഞു തന്നിരിക്കുന്നതാണ് അവരോരോ ഭവനങ്ങളും അല്ലെ അവരോരോ വിദ്യകളെല്ലാം തയ്യാർ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി മഞ്ഞും വെയിലെല്ലാം ഉദ്ദേശിച്ചു ഞങ്ങൾക്കെല്ലാം ഞങ്ങളെ പ്രതികരണത്തിൽ കാട്ടിൽ പാടുന്ന കനകചൂർണ്ണം നിൽക്കുന്ന ഗുണമർന്ന് നിൽക്കുന്ന കനകചൂർണ്ണം നിങ്ങളുടേതായ പത്രത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എന്തിനെല്ലാം മതിപോരോ ദാഹത്തിനോ ദശത്തിനോ മതിപോരെന്ന് വരുന്നില്ല തിരുച്ചാള മഹാവ്യാധിക്ക് മുൻചെട്ടിന് അവർക്ക് കിട്ടുന്നത് നിങ്ങളുടെ ആ പഞ്ചായത്തിനെ സൂക്ഷിച്ച് വെച്ചോടെ വേണ്ടു. ഒരു കൊല്ലവും പഞ്ചമാവായ അന്തരവും മഹാവ്യാധികളുടെ ആ കാലമേൽക്ക് അതെല്ലാം മല പോലെ വന്നതെല്ലാം മഞ്ഞ് പോലെല്ലാം തട്ടി നീക്കി നിങ്ങളായ ഒരു കൊല്ലവും 12 മാസത്തെ എല്ലാ ഭാഗ്യങ്ങളും യോഗ്യങ്ങളും എടുത്തു കൊടുത്തു. നിങ്ങൾ ആ ഭവനത്തിനകത്ത് ഭക്തിദീപത്തിനകത്ത് ഗോളിക്കൻ്റെ വെള്ളത്തിനോ ഉടുത്തുപുല്ലും കുടികഞ്ഞിക്കും അഭിമാനത്തിനും ഐശ്വര്യത്തിനും ഉദാഹരണത്തിനും കുറയാതെ കൊടുക്കണം. നിങ്ങളുടെ ആ ദാമ്പത്യത്തിനും സന്താനങ്ങൾക്കും ചെയ്യുന്നായ പ്രവൃത്തികൾക്കും അവർക്ക് വേണ്ട എല്ലാ കഷ്ടതകളെല്ലാം ദൂരാക്കി തന്നു സന്തോഷിച്ച് കൈവാണിച്ചവനെ കാത്തിരുമാറാവുന്ന വിശ്വാസത്തെ കൈവരിച്ചതുകൊണ്ടും ആ മനുവെള്ളം ബന്ധുവാസകാലത്ത് വെള്ളത്തിന് കുറഞ്ഞാലും വെള്ളത്തിന് കുറയാതെ കാണും. നേരകാലത്ത് ഇതേപ്രകാരങ്ങൾ ആ കുടികാലുള്ള ഭാഗ്യത്തെ ഞങ്ങളെ ഭയപ്പെടേണ്ടത് എല്ലാവരും തന്നെ എടുത്താൽ അങ്ങോട്ട് പൂജാരി 40 പൂജാരി
എല്ലാം ആരംഭം അങ്ങനെ ആവുന്നത്ര അല്ലേ എൻ്റെ 80 മിനിറ്റ് ആഗ്രഹമുണ്ട്. എൻ്റെ കാണുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം എൻ്റെ 80 മിനിറ്റ് ശ്രദ്ധയിലേക്ക് ഇരുന്നാം 80 മിനിറ്റിൻ്റെ കർമ്മത്തിലേക്കും മഹോത്സവത്തിൻ്റെ എല്ലാ ധ്വനികളും ഉണ്ടാകാം. എല്ലാ ധ്വനിയും വേണം, ആരംഭം വേണം. അതിനുശേഷം നിങ്ങൾക്ക് എൻ്റെ ചെറുമക്കളെ തിരുനൃത്തങ്ങളും എല്ലാം ഉത്സവത്തിൻ്റെ ആരംഭത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഇത്ര ദിവസത്തെ മംഗലകല്യാണത്തിന് കൊണ്ടുവരുന്ന കാലത്ത് എൻ്റെ നാഗത്തിൻ്റെ ഫലത്തിന് കുടുംബത്തിന് തമ്മില കഴിഞ്ഞ് നേരം നിർത്തി നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തിക്കൊണ്ടായത്? എൻ്റെ 80 മിനിറ്റിൻ്റെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞും കൊണ്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പ്രകമ്പനം കൊള്ളിക്കുന്ന ധ്വനിയും ഈ നാഗത്തോട് അടുത്ത് തന്നെ വേണമായിരുന്നു. ഇത് കേട്ടില്ലേ? എന്തുകൊണ്ട് അഗ്നിയെ അനുഭവം കൽപ്പിച്ചിരുന്ന കാലത്തിലേക്ക് എത്തിച്ചു എന്ന് ജീവിക്കാൻ ഈ സംസ്ഥാനം അനുഭവം പ്രകമ്പനങ്ങളും ധ്വനിയുടെ അഗ്നി പോയി വീണത് നാഗത്തറയുടെ അനുഭവം. എൻ്റെ പഴകാലം ഇത്ര കാലം ഇത് പറയാതെന്ന് അന്വേഷിക്കാൻ എൻ്റെ നാളികേരത്തിൽ അങ്ങനെ തന്നെ നമുക്ക് കാണിച്ചു. ഞാൻ എൻ്റെ പ്രദക്ഷിണം ചെയ്തിരിക്കുന്ന കാലത്ത് എൻ്റെ കുടുംബരാജ്യമാണെന്ന് പാദപൂർണ്ണം കഴിയുന്ന കാലത്ത് ഏറ്റവും കോപിഷ്ഠനായത് ഞാൻ ആ ഭാഗത്ത്. അതുകൊണ്ട് എൻ്റെ മക്കളാകുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തിയിട്ട് കാര്യമില്ല. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ഇരുത്താണ്ടൊരു അവസരങ്ങൾ ഞങ്ങൾക്ക് തീരുന്നതരക്കറിയാം. അതുകൊണ്ട് ഇനിയൊരു വെടി അവിടെ മുടക്കേണ്ടത് ഇനിയുണ്ടോ പൊട്ടിക്കാൻ തിരിഞ്ഞിട്ടില്ലേ? ആ വേലിക്കകത്ത് വെച്ചിട്ടില്ലേ നിങ്ങൾ ചെയ്തത്? എവിടെ വെച്ചിട്ട് ചെയ്തത് അല്ലേ? നിങ്ങൾ തമ്മിൽ ചെയ്ത ആൾക്കാർ ഈറ്റയും കൊടുത്തിട്ട് ഭയപ്പെടുത്തിയാൽ എന്താവും? ഈറ്റയും കൊടുത്ത് ഭയപ്പെടുത്തി അറിവില്ലായ്മ കൊണ്ട് സ്ഥലമില്ല കേട്ടോ. എന്നിട്ട് നിങ്ങളെ വേദനിപ്പിച്ചില്ല. വേദന കേട്ടാ എല്ലാ വിഷമത്തെ അനുഭവിപ്പിച്ചു കൊടുക്കുകയും ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞു. അപ്പോൾ എല്ലാ അനുകൂലവും പ്രതികൂലം രണ്ടിലുണ്ടാവില്ലേ? ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്തത് ഇക്കാലത്തെ ക്ഷമിച്ചു. ഇനിയൊരു വീടി അവിടെ ശ്രദ്ധിക്കും. ഇന്ന് ആ വീട്ടിലൊരു വീട്ടിൽ നോക്കിയിട്ടുണ്ടത് നാദം ആ കൂടാരത്തിൽ ഇറങ്ങി കർണകങ്ങൾക്കെല്ലാം ഒരു സഞ്ചാരയോഗം ഇല്ലേ? ഇവരോട് സഞ്ചരിക്കാനൊരു നേരമുണ്ട് നാഗത്തലത്തിൽ. അതിലിപ്പോൾ ഭയപ്പെട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നു. അപ്പം ഇനി അട വേണ്ട, നിങ്ങൾ എല്ലാം ഉണ്ടാക്കിക്കോ. അതിൽ വേറെ വേണം ഉണ്ടാക്കൂലേ? ഇല്ലേ? അങ്ങനെ ചെയ്യുമാറാവട്ടെ കേട്ടോ. അതുകൊണ്ട് അത് നിങ്ങളുടെ കർണത്തിൽ ഞാൻ അനുഭവം കൊടുക്കും. അതിൻ്റെ ആ വേലിക്കൽ അകത്ത് വെച്ചിട്ട് തന്നെ അതിൻ്റെ ഫലങ്ങൾ ഇന്നും അതിൻ്റെ ശേഷിച്ച പത്രം അകത്തിറക്കും. ഈ പൊടിയുടെ നീ പറയണം അല്ലേ? സത്യമല്ലേ? സത്യമല്ലേ? അത് നമ്മുടെ ഇനി അത് ചെയ്യാതിരിക്കട്ടെ. തെറ്റിൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. അതുകൊണ്ട് എൻ്റെ 80 മിനിറ്റ് കുഞ്ഞുകിടാനുള്ളൂ. എല്ലാവരോടും ഇറങ്ങിയ വീട്ടിലേക്ക് കൈയെടുക്കാൻ നേരമായില്ലേ? ഇല്ലേ? ഇവിടെ എന്താ കത്തച്ചിയുടെ മക്കളായിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പൂർവീകന്മാർ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്ത കാലത്ത് ഞങ്ങളെ കുടിയിരിക്കുന്നതാണ്. എൻ്റെ 80 മില്ലിൻ്റെ കുടുംബം കൽപ്പിച്ച നാളേക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടാവണമെന്ന് കരുതിയിട്ടാണ് ക്ഷേത്രം പണിത് നിൽക്കുന്നതാണ്. തറവാടെല്ലാവർക്കും ഉണ്ടല്ലോ ഇല്ലേ?
തറവാട് എല്ലാവർക്കും ഉണ്ട്. 4 തറവാട് ചേരുന്ന സ്ഥലത്തെങ്കിൽ ഒരു ഘടകസ്ഥാനം ഉണ്ടാവണമല്ലേ, കാരണം ഒരു സ്ഥാനം ഉണ്ടാവണം. അതുകൊണ്ട് എൻ്റെ 80 ഇപ്പോൾ 4 മംഗലം 4 ഘടകസ്ഥാനം തന്നിട്ടുണ്ട്. നിലമംഗലം, നേരമംഗലം, തുടമംഗലം, കൂട്ടമംഗലം 4 മംഗലം 4 ഘടകസ്ഥാനത്തിൽ പാലക്കൂട് തുടക്കം അല്ലേ, അങ്ങനെ വന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ 4 തറവാട് പരിപാലിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ തറവാടും ജാലുകുളം തറവാട്, താഴത്തൂർ തറവാടും എൻ്റെ തറവാടൊക്കെ അങ്ങനെ എണ്ണപ്പെട്ടതും എണ്ണപ്പെടാത്തതുമായ ഒരുപാട് തറവാട്ട് വഴികളുണ്ടല്ലോ. അതുകൊണ്ട് അതെല്ലാം ഏകീകരിച്ചുകൊണ്ട് സ്ഥാനത്തെങ്കിലേക്ക് എത്തി. അതുകൊണ്ട് വരും കാലത്തെങ്കിൽ ആ ഇരുമൂൽക്കാഴ്ചയുടെ നേരം കൂടി ഇന്ന് മറുപടി കാണണം കേട്ടോ. എന്തുമില്ലേ, ഇരുമൂൽക്കാഴ്ച ക്ഷേത്ര അനുഭവത്തിലേക്ക് വീടുന്നതല്ല, അതിനൊരു നേരമുണ്ടാക്കിയിട്ട് ആ നേരത്ത് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാവണം. കേൾക്കുന്നില്ല എല്ലാവരും. ഇക്കാലം അങ്ങനെയാണല്ലോ. എൻ്റെ അകത്തച്ചിയുടെ 1000 അനേകമെന്ന് പറഞ്ഞുകൂടെങ്കിൽ അല്പം വൈകിട്ട് വെച്ച് തരുമുണ്ടല്ലേ, അത് ശ്രദ്ധ പതിപ്പിക്കില്ല. എന്തല്ലേ ശ്രദ്ധയിലാവട്ടെ, അതെല്ലാം ചിന്തിക്കും. അതുകൊണ്ട് 80 കുഞ്ഞിടാൻ മനസ്തമാണ് തുറക്കാം. ഞാനെൻ്റെ കാളിമാടത്തിൽ ചേർക്കാം. 80 കണ്ണ് നനയാതെ അകത്തേക്ക് പറഞ്ഞേക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ഇനി ഒരു വർഷക്കാലം കഴിയണം. ആർത്തികത കൂടിയിരിക്കുന്ന കാലമാണ് അല്ലേ. ദേവിയുടെ അനുഭവം ചെയ്തതിൻ്റെ പൂർണ്ണമാകുന്ന രൂപത്തിങ്കിലേക്ക് എത്തുന്ന കാലമാണ് പൂരമാലമോട്ട്. ആ കാലത്തിങ്കിലാണ് എൻ്റെ കാളിമാടത്തിലേക്ക് എൻ്റെ അതുകൊണ്ട് എൻ്റെ 80 കുഞ്ഞുങ്ങളാകുന്നത് ഇതുപോലെ തന്നെ ഉണ്ടാവില്ലേ എന്നും എപ്പോഴും ഒരമ്മ മക്കളെപ്പോലെ തന്നെ ഇതിനകത്തുണ്ടാവും. ഞാനെന്ന ഭാവമില്ലാതെ ഏത് കാര്യത്തിനും പുറപ്പെടാം, രാജിതനാകുന്നു. ഞാനെന്ന അഹംഭാവത്തോടെ ചെന്നാൽ പോയതിനും വേഗത്തിൽ തിരിച്ച് കാലമാകുന്ന എളുപ്പത്തിൽ എവിടെയും പുറപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ 80 വീട്ടിൽ കുഞ്ഞിടാകുന്നു. ഇനി ഒരു മഹോത്സവം കൂടുന്ന കാലം വരെ ഒരു തലയെണ്ണ കുറയാതെ സംരക്ഷിച്ചാൽ പോലെ നിങ്ങൾ പോലെ. കാരണം പിന്നെ എൻ്റെ 80 അനുഭവത്തിങ്കിൽ പുരുഷയുക്തം ഈ ജന്മത്തിങ്കിൽ അനുഭവം പ്രവർത്തിക്കാരുണ്ടല്ലോ ഉണ്ടല്ലോ. അവർ അനുഭവം മുമ്പിലുണ്ട്. ഞങ്ങളെ കണ്ടില്ല അവരില്ലാത്ത അനുഭവം ഉണ്ടാവുക. അതിലെ പ്രവർത്തിക്കാരും ജനങ്ങളെ അല്ലേ. അതുകൊണ്ട് എല്ലാവരും ജനങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അല്ലേ, അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. ഒരേ സ്വരത്തിക്കല് ഉണ്ടോ? എല്ലാവരും ഒരുമയിലുണ്ടോ? അതുകൊണ്ട് പണം അന്വേഷിക്കാതെ പരാതിപ്പെട്ടെ മക്കളെ പോലത്തെ സുഖം ഇനിയുള്ള കാലങ്ങളിലും ആയില്ലേ. വേറെ കഥയൊന്നും പറയാനുണ്ടോ? അങ്ങനെയുണ്ട്. ഇതാണെന്നിരിക്കുന്ന അനുഭവമുണ്ട്. എന്തെങ്കിലും അയ്യൂർബോധിക്കുന്ന അനുഭവത്തിൽ കെട്ടിയാനുള്ള കൈയെടുത്ത കാലത്ത് അതിനകത്ത് വേർതിരിപ്പോലെ ലഭ്യമായ പോലെ സ്വീകാര്യതയിലുണ്ടാകാൻ ആൾക്കാരുണ്ടാകുന്നുണ്ട്. എൻ്റെ വചനം കെട്ടിയാൻ അതുകൊണ്ട് 80 കിലോ കൊടുക്കും. നിങ്ങൾക്ക് കെട്ടിയാറുണ്ടോ അല്ലല്ലോ. ഇതൊന്നും നിങ്ങൾ നാമകരണ വടക്ക് സന്ധ്യാനേരത്തെങ്കിലും സരസ്വതി ആണത്തെങ്കിലും അനുഭവിക്കുന്ന കാലത്ത് നിങ്ങളൊക്കെ നാമം നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല കേട്ടോ. അടക്കി കണ്ട് വെക്കട്ടോ. നിങ്ങളെ കണ്ട് മതിയായിട്ടില്ല കേട്ടോ. മതിയായിട്ട് പോകുന്നതുമല്ല. നിങ്ങൾ എത്ര കണ്ടാലും മതി വരില്ല. എൻ്റെ 80 കുഞ്ഞുകിടാക്കൾ ഇത്ര നല്ലതായത് നിങ്ങളുടെ നല്ലതായത് കൊണ്ടല്ല കേട്ടോ. അമ്മ നല്ലതായത് കൊണ്ട്
നല്ലതായത്. പെറ്റ അമ്മ നല്ലതായതുകൊണ്ടാണ് മക്കളെല്ലാവരും നല്ലതായത്. അല്ലേ എന്തോല്ലേ? അവർ പഠിപ്പിച്ച ശീലവും അവരർത്ഥമാക്കി തന്നിരിക്കുന്നതായ അനുഭവങ്ങളും മാത്രമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ധനം കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ദേഹം കൊണ്ട് എല്ലാവർക്കും ചെയ്യാനും പറ്റും. എല്ലാവർക്കും പറ്റുന്നത് പോലെ ഭഗീരഥൻ പണ്ട് പ്രയത്നം ചെയ്തിട്ടുണ്ടായിരുന്നു. പിതൃക്രിയക്ക് വേണ്ടിയിട്ട് ആകാശഗംഗയെ ഭൂമിയിലേക്ക് വരുത്തിയതായിരുന്നു ഭഗീരഥൻ ചെയ്ത പ്രയത്നം അല്ലേ? ആ പ്രയത്നം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രയത്നവും അതുപോലെ വിജയപേരിൽ ഉണ്ടാവട്ടെ. കാരണം നാട്ടിൽ നടക്കുന്നതിന് പിരിയണ്ട. ഞാൻ അമ്മോനാ പയ്യന്നൂർ പെരുമാളും തടിയിലപ്പം മുമ്പേ അമ്മോനാധാരമായി അവിടുത്തെ കാര്യം പറയുന്നത് ഒരു 40 മുമ്പ് 70 നാണത്തിൽ 32 വെച്ച് ഒഴുക്കുന്ന മേനോക്കനും തട്ടുതരക്ക് സമ്പ്രദായത്തിനും മടിയാനും കുടിവെച്ച് ദേവനും ദേവബ്രാഹ്മണനും ഓരോരു ഗുണം വരണം. ആക്ഷേപിച്ചിട്ട് അതിന് ഇത്ര വീട് ധരിക്കുവാണ് നാടുവാണ് നാട്ടുസ്വാമി ചെറിയൊരു ഗുണം വരണം ആക്ഷേപിച്ചിട്ട് തമിഴ്ദേവൻ മധുദേവൻ കാമദേവൻ കുമാരൻ സംസ്ഥാന നാമദേവന്മാരും 5000 ഇവിടെ നാട്ടിൽ തയ്യൂർപതി 20 ഇരുപദേവനും വീരന്മാരും കുളിയുദേവൻ കടാല മാലിംഗേശ്വരൻ ശിവേരി കടാല തന്താധിപത്തിനും തമ്പാതിരിക്കുന്ന വായുസഞ്ചാരത്തിനും വിശേഷിച്ചിട്ട് 40 പൂജാരി എന്റെ പൂജാരിയുടെ വട്ടോട്ട് പൈതങ്ങൾക്ക് പുറത്തോട്ട് കന്നു കാലിക്കുന്ന 40 ദിവസം എന്റെ 25 മിനിറ്റും പൂജാരി അകത്തോട്ട് പൈതങ്ങൾക്ക് പുറത്തോട്ട് കന്നു കാലിക്കുന്ന 40 ദിവസം ഏറിയൊരു ഗുണം വിശേഷിച്ചിട്ട് എന്റെ പ്രസാദത്തിൽ ഭേദമായിട്ട് എന്റെ അകത്തുള്ള മനുഷ്യങ്ങളും അവരകത്തോടെ പൈതങ്ങൾക്ക് പുറത്തോട്ട് കന്നു കാലിക്കുന്ന 40 ദിവസം വിശേഷിച്ചിട്ട് എന്റെ 36ാമത് കുട്ടികാട് മനുഷ്യരുടെ മക്കളെ പോലെയാണല്ലോ. നാല് 9 ദിവസം ഏറിയോരു ഗുണം വരണം വിശേഷിച്ചിട്ട് എന്റെ മനുഷ്യൻ എന്റെ 40 80 മിനിറ്റ് എന്റെ മനുഷ്യനോട് അകത്തോട്ട് പൈതൃക്ക് പുറത്തോട്ട് വന്നു കാലിക്കുന്ന പ്രശ്നം ഏറിയോരു ഗുണം വരണം വിശേഷിച്ചിട്ട് എന്റെ വഞ്ചനം കൊട്ടിയാനോ ഭ്രാന്തന്റെ മനുഷ്യനോട് 40 80 മിനിറ്റ് അവരകത്തോട്ട് പൈതൃക്ക് പുറത്തോട്ട് വന്നു കാലിക്കുന്ന പ്രശ്നം ഏറിയോരു ഗുണം വരണം വിശേഷിച്ചിട്ട് കാണവേ കഷ്ടന്മാരും കാണപ്പെടുകയും മനുഷ്യരുടെ നടത്തോട്ട് പൈതൃക്ക് പുറത്തോട്ട് വന്നു കാലിക്കുന്ന പ്രശ്നം ഏറിയോരു ഗുണം വരണം എന്റെ കാര്യക്കാരൻ അല്ലേ ജനപ്രതിക്ക് കാരണഭൂതനായിരിക്കുന്നതായ അത്രയാണല്ലോ കാര്യക്കാരൻ. അതുകൊണ്ട് ജനതമരണങ്ങൾക്ക് കാരണഭൂതനായിരിക്കുന്നതായ കാര്യക്കാരന്റെ മനുഷ്യരുടെ നാളത്തോട് തറവാടിന്റെ അഭിമാനം. അതുകൊണ്ട് എനിക്ക് അടുക്കത്തെ വിഷാണത്തിന്റെ അഭിമാനം. നിങ്ങളത്തിൽ നഗരത്തിൽ പുറത്ത് വന്നാലും എന്റെ നാല് കുട്ടിക്കാരന്മാർ പണക്കാരെ എല്ലാവരോടും തന്നെ കേട്ടോ. നിങ്ങൾ തിരിക്കുന്ന അകത്തോട്ട് പൈതൃകത്ത് പുറത്തോട്ട് വന്നു കാലിക്കുന്ന 3 ദിവസവും പഞ്ചവാദത്തിൽ ചേരക്കാര് പുറത്തോട്ട് വന്നു കാലിക്കുന്ന ആവട്ടെ നടത്തുന്നവരെ ഗുണം വരണം വിശേഷിച്ചിട്ട്
ഭാഗം പിരിയേണ്ടത് ഇന്നത്തെ കാളിമാടത്തിൽ ഞാൻ എല്ലാവരും എൻ്റെ ആളുകൾ എല്ലാവരും വലിയ ആളുകൾ ഒരുപാട് പറയുന്നില്ല. കാരണം നേരം വൈകി വന്നവർ വിഷമോദ്രിക്കുന്നവർക്കുണ്ടാവാം. അതുകൊണ്ട് എന്തൊരു എന്നെ കാണാൻ കേൾക്കാനുള്ള മഹാനുണ്ട്. വലിയവരോടൊക്കെ നമ്മൾ ആവശ്യമില്ല. കാരണം എല്ലാവരും മനുഷ്യങ്ങളെ വിചാരി ഇതൊക്കെ വെക്കേണ്ടവരുണ്ടല്ലേ. ഈ ഒരു മീനമാസം പിറക്കുന്ന കാലം വരെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള കാര്യാദികൾ ഉപദ്രാനം ചെയ്തതിന് ശേഷം കിട്ടുന്ന നേരങ്ങളിലെല്ലാം അനുഷ്ഠാനത്തിൽ ഒരുപാട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ കാണാനും കേൾക്കാനും വന്ന് മഹാനഗരി Thank you.
കാര്യങ്ങളെ ഇവരും സുഹൃത്തെ കാര്യക്കാരൻ തോന്നിക്കലും വരുന്നതിന് വയസ്സിന് അന്തസ്സിന് അഭിമാനത്തിന് ഭാഗ്യം ഞങ്ങളെവരും മുഖ്യകാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കലാടിമാരെല്ലാം കൊടുക്കും ഞങ്ങളുടെ അയ്യപ്പ മംഗള കല്യാണം ശോഭിക്കാതൊക്കെ വന്ന് ശോഭിച്ചില്ല എല്ലാവരും ആ ജന്മവാഴ്ചയ്ക്കും അത്രയും ഇല്ലെങ്കിലും എങ്കിലും എൻ്റെ ഞാൻ അടുക്കത്തെ അവസ്ഥ ആളൊരുക്കുന്നത് അഭിമാനം വെച്ച് എല്ലാ കല്ലാടിമാരെ കൂട്ടിപ്പിടിച്ച് ഞങ്ങളുടെ ആ 5 വർഷത്തെ മംഗള കല്യാണത്തിന് കാലത്തിനനുസരിച്ച് തന്നെ കാലത്ത് വരിയാതൊക്കെ വേണം ഞങ്ങളുടെ ആ തേജരൂപത്തിൽ ഒത്തതിനാളും ബന്ധപ്പെടുത്ത വന്നിരുന്ന ആ ഭക്തന്മാർക്ക് അതാത് രീതിക്കെല്ലാം വെക്കാനുള്ള ഭാഗ്യത്തിൽ താഴെ കൊടുത്തിട്ടുണ്ട് തിരുവണ്ണാൻ എന്തായാലും ഭാഗ്യത്തിൽ ഞങ്ങളെ വെച്ച് കൊടുത്തിട്ടത് നിങ്ങളായ പൊതുവെടുത്തും വെല്ലുവെച്ചും അഭിമാനത്തിനും ഐക്യത്തിനും നിങ്ങളായ ശരിയായ പ്രവൃത്തികൾ വിഘ്നങ്ങൾ വെട്ടാതെ കൊണ്ട് മേലുകാലത്ത് വന്ന് ഇതപ്രകാരം സേവ ചെയ്യാനുള്ള ഭാഗ്യത്തെ ഞങ്ങളെ ഇഷ്ടക്കാരെ എല്ലാവരും എന്തതില്ലേ ഭക്തന്മാർ ഞങ്ങളെ അന്നപ്രസാദത്തിലാണ് സ്വീകരിച്ച് അവരെ പ്രവർത്തിച്ചില്ല ഇപ്പം നേതൃത്വമായി ഞങ്ങൾ കാലുമാറുന്നത് ആ കാലം അങ്ങനെ സന്തോഷമായിട്ടും തിരിക്കും 5 നാളോ 10 നാളോ രാജ്യത്ത് മഹാലോകരും ഞങ്ങളെ സ്തുതി കാര്യക്കാരി തിരുവാഴ കാര്യമാട ചെയ്ത സമ്മതോ ഞങ്ങളെ ഇവരെ തിരുവാഴ കാര്യമാട ചെയ്ത സമ്മതോ ഞങ്ങളെ ഇവരെ തിരുവാഴ കാര്യമാട Thank you.